സംസ്ഥാനത്ത് ഓണത്തിന് മുൻപ് വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. അമിത ലാഭം ഈടാക്കാതെ വെളിച്ചെണ്ണ നൽകാൻ സംരംഭകരുമായി സംസാരിച്ചു. കുറഞ്ഞ വില ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. ഓണത്തിന് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മൊബൈൽ മാവേലി സ്റ്റോർ പ്രവർത്തിക്കുമെന്നും മന്ത്രി ജി.ആർ. അനിൽ. 6-ാം തീയതിയോടുകൂടി കേരളത്തിൽ പ്രധാന ഉൽപ്പാദകരായിട്ടുള്ള കേരഫെഡും ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും. 10-ാം തീയതിയോട് അടുപ്പിച്ച് നമുക്ക് വീണ്ടും വില കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ സംരംഭകരെ വിളിച്ചാലോചിച്ചു. 50-ലധികം സംരംഭകർ പങ്കെടുത്തു. അവർ അമിതമായി ലാഭമെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന മാവേലി ചെറിയ ഷോപ്പുകൾ പോകാൻ പോവുകയാണ്. നാട്ടിൻപുറങ്ങളിൽ കൈയെത്തുന്ന തരത്തിൽ സബ്സിഡി വില കുറച്ചും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം ഒരുക്കാൻ പോകുക. ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, വെളിച്ചെണ്ണയുടെ വിലയാണ് ഇങ്ങനെ ഓണത്തിന് ഉപ്പേരി വറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ സാധനങ്ങളും ഏറ്റവും കൂടുതൽ വറക്കലും പൊരിക്കലും നടക്കുന്ന ഒരു ഓണക്കാലത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. കർക്കിടകം പകുതിയായി. എന്ന് കുറയും വില? സുജയ, എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു ഈ ഓണത്തിന് വറക്കലും പൊരിക്കലും ഒക്കെ നടക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് വില കുറയും, വെളിച്ചെണ്ണയുടെ വില കുറയും. നിലവിൽ ഇപ്പോൾ മാവേലി സ്റ്റോറിൽ 349 രൂപയാണുള്ളത്. അത് ഇനിയും കുറയുമെന്നാണ് തന്നെയാണ് പറഞ്ഞത്. ഇതിനുവേണ്ടി സംരംഭകരുമായി താൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ വില കുറയാനുള്ള സാധ്യത ഉണ്ട്. 6-ാം തീയതി മുതൽ വില കുറയുകയും ചെയ്യും. 10-ാം തീയതി മുതൽ എല്ലാ മാവേലി സ്റ്റോറുകളുടെ ഔട്ട്ലെറ്റുകളിലും വെളിച്ചെണ്ണ വില കുറഞ്ഞ് ലഭ്യമാകുമെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് മന്ത്രി കൊല്ലത്ത് പറയുകയും ചെയ്തത്. കൂടാതെ ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇവിടെ മൊബൈൽ മാവേലി സ്റ്റോറുകൾ എത്തുന്നു. അത് ഗ്രാമങ്ങളിൽ മാവേലി സ്റ്റോറുകളുടെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സേവനം ലഭ്യമാക്കുന്നതെന്ന് പറഞ്ഞ് എന്തായാലും വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സുജയ. ഓക്കെ, ദിലീപ് ദേവസ്യ ആണ് വിവരങ്ങൾ നൽകിയത്. 4 ദിവസം കൂടി കാത്തിരുന്നാൽ വില കുറഞ്ഞ് വെളിച്ചെണ്ണ വാങ്ങാം. മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇന്നിപ്പോൾ 2-ാം തീയതി ഓഗസ്റ്റ് 2, ഇന്നല്ലേ ധ്യാനത്തിന് പോയ ദിവസം? അതെ, ഓഗസ്റ്റ് 2. അപ്പോൾ 4 ദിവസം കൂടി കഴിഞ്ഞാൽ വില കുറയും. അപ്പോൾ ശമ്പളമൊക്കെ കിട്ടിയെങ്കിലും വെളിച്ചെണ്ണ വാങ്ങാൻ ഒരു 4 ദിവസം കൂടെ കാത്തിരുന്നാൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. മന്ത്രിയുടെ ഉറപ്പുണ്ട്.